ആക്ടിങ് എന്ന് പറഞ്ഞ സാധനം അപ്ഡേറ്റ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ എല്ലാ ആക്ടേഴ്സും പറയുന്നുണ്ടല്ലോ ഞാൻ ആക്ടിങ് ട്രെയിനിങ് എടുക്കുന്നുണ്ട്, അവരുടെ ഒരു അസിസ്റ്റൻഷിപ്പ് എടുക്കുന്നുണ്ടെന്നൊക്കെ വളരെ പ്രൊഫൈൽ ഹൈപ്പിന് വേണ്ടി പറയുന്നുണ്ട്. അമേരിക്കയിൽ പോയി പഠിച്ചു, ലണ്ടനിൽ പോയി പഠിച്ചു, അല്ല ഞാനൊരു ക്യാരക്ടർ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ആക്ടിങ് ട്രെയിനറെ വെച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ഇന്ന് 2-3 ദിവസത്തിന് മുമ്പ് 2 ആക്ടേഴ്സ് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഞാൻ അവരെ പറയുന്നില്ല, അതിപ്പോൾ പ്രൈഡായിട്ട് പറയുന്നുണ്ടല്ലോ. ആക്ടർ പ്രൊപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് അപ്പ് ഓഫ് ക്യാരക്ടർ. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് തയ്യാറാവാൻ പറ്റുമെങ്കിൽ ഒരു ആക്ടർ ട്രെയിൻഡായ ഒരു ആക്ടറിനെ പെർഫോം ചെയ്യിക്കാൻ എന്താ പേടി? നേരത്തെ സുരേഷ് പ്രേമനോട് ഇപ്പൊ സീരിയലിൽ വരെ ആക്ടിങ് ട്രെയിനിങ് ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു ഞാൻ ചെയ്തിട്ടുണ്ട്. സൂപ്പർ ഹിറ്റായ 2 സീരിയലിലെ ഹീറോസിന് വേണ്ടിയിട്ട് ഞാൻ ആക്ടിങ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. പറയാൻ പറ്റുമോ ഏത് സീരിയലാണ്? അല്ല ചിലർക്ക് അത് ആദ്യം ഈ ട്രെയിനിങ് എടുത്ത ആൾ പറയുന്നതാണ് അതിൻ്റെ ഒരു മാനേഴ്സ്. ഇപ്പം ഞാൻ ഒരാളെ പറഞ്ഞിട്ടുള്ളതെന്ന് ചിലപ്പോൾ അയാളുടെ ഐഡന്റിറ്റി ചിലപ്പോൾ ബ്രേക്ക് ചെയ്താലോ, ചിലപ്പോൾ അയാൾക്ക് പ്രശ്നം, അയാളത് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. ഇതിപ്പോ ഒരു സുരേഷ് പ്രേം പറയുമ്പോഴും ഞാൻ ചിന്തിച്ച ഒരു സാധനം എന്ന് വെച്ചാൽ, പണ്ട് എന്താണ് താങ്കളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് ചോദിക്കുമ്പോൾ അത് അമ്മുമ്മ പറഞ്ഞു തന്നാൽ ചില മഞ്ഞളും പൊടിക്കൂട്ടുകളാണെന്ന് പറയും. അല്ലാതെ ഞാൻ ഐ ഗോ ടു പാർലർ എവറി മന്ത്, ഞാൻ എന്നെ കെയർ ചെയ്യാറുണ്ട്, ഞാൻ ഐ ടേക്ക് കെയർ ഓഫ് മൈസെൽഫ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കുറവുള്ളത് പോലെ ഒരു സാധനം ഈ ആക്ടിങ് ട്രെയിനിങ്ങിന്റെ വരുന്നുണ്ടോ എന്ന് ഇപ്പൊ ഈ കേട്ടപ്പോൾ എനിക്ക് തോന്നി. അല്ല, അത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഫേസസ് ആണ് ഇപ്പൊ. പക്ഷെ ഇപ്പൊ വേറൊരു കാര്യമുണ്ട്. ഇപ്പം 2 ദിവസം വർക്ക്ഷോപ്പിന് പോയവർ വരെ ആക്ടിങ് ട്രെയിനേഴ്സ് ആണ്. ഇപ്പൊ ആക്ടിങ് ട്രെയിനേഴ്സിനെ കൊണ്ട് തട്ടി നടക്കാൻ നിർത്തിയില്ല. എല്ലാവരും ചോദിച്ചാൽ അവരെല്ലാവരും ആക്ടിങ് ട്രെയിനേഴ്സാണ്. അപ്പോൾ ആക്ടിങ് ട്രെയിനിങ് എന്നൊരു സാധനത്തിന് അത് ശരിയാ. കേരളത്തിൽ ഇപ്പൊ അങ്ങോളം നമ്മള് വർക്ക്ഷോപ്പുകളുടെ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഓരോ നൂക്ക് ആൻഡ് കോർണേഴ്സിലും വർക്ക്ഷോപ്പിന്റെ ഒരു കാർഡ് നമുക്ക് കാണാൻ പറ്റും. 2 ദിവസത്തെ വർക്ക്ഷോപ്പ്, 3 ദിവസത്തെ വർക്ക്ഷോപ്പ്, ആക്ടിങ് ട്രെയിനിങ്. അതിനകത്ത് എന്തെങ്കിലും ചിലപ്പോൾ കൊമേഴ്സ്യൽ സിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സിനിമാ മോഹികളായ എല്ലാവർക്കും അഭിനേതാവുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അഭിനയിക്കാനും എക്സ്പോഷർ ഉണ്ടാവാനും ആഗ്രഹിക്കുന്ന എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് എന്നുള്ള സാധനത്തിലേക്ക് എല്ലാവരും പോകുന്നുണ്ട്. എല്ലാവരും പോയി ട്രെയിനിങ് എടുക്കുന്നുണ്ട്. അതിനോട് മോശമൊന്നുമല്ല, അത് നല്ലതാണ്. അത് നമ്മൾ സീരിയസ് ആയിട്ട്, ഞാൻ അതല്ലേ പറഞ്ഞത്, നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് വരൂ. ആക്ടേഴ്സ് എല്ലാവരും അറിയൂ എങ്ങനെ ക്യാരക്ടറിനെ സമീപിക്കാം, എക്സ്പ്രഷൻസ് എങ്ങനെ നമുക്ക് സ്വയം. ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിങ് ട്രെയിനിങ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടർ ഉണ്ടായി വരുന്നതല്ല. എന്നിലെത്രയുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നു എന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെ പെർഫോമൻസിൻ്റെ സ്കെയിൽ എത്ര, എൻ്റെ പെർഫോമൻസ് സ്കെയിൽ എത്ര പരിമിതപ്പെടുത്തണം, എൻ്റെ പെർഫോമൻസ് സ്കെയിൽ എത്ര ആക്സിലറേറ്റ് ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലാവാൻ എൻ്റെ ട്രെയിനിങ് എനിക്ക് കിട്ടിയ ട്രെയിനിങ് എനിക്ക് ഗുണമാവുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സെൽഫ് അവയർനെസ്സിനാണ് ശരിക്കും. തീർച്ചയായിട്ടും സെൽഫ് അവയർനെസ്സിന് പിന്നെ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ഒക്കെ എടുക്കാം. പക്ഷേ ആക്ടിങ് ട്രെയിനിങ് ആരും പോകാറില്ല.